മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരസമിതി നടത്തുന്ന റിലേ ഉപവാസ സമരം 100 ദിവസം പിന്നിട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ 100-ാം ദിവസം നടന്ന ചടങ്ങിൽ ആദരിച്ചു. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല, വാർഡംഗം സോഫിയ ജോയ്, കുടുംബശ്രീ CDS അംഗം ലിൻസി, നിർമ്മലാദേവി എന്നിവരാണ് 100-ാം ദിവസം നിരാഹാരമനുഷ്ഠിച്ചത്. വൈകിട്ട് നടന്ന ജനകീയ സമ്മേളനം ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്തു. രണ്ട് സംസ്ഥാനങ്ങളുടെയും സുരക്ഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായി വലിയ തോതിലുള്ള പണം ചെലവഴിക്കാതെ നമ്മൾക്ക് എങ്ങനെ ഈ ടണൽ എന്ന ആശയം, അതിൻ്റെ സാങ്കേതികപരമായ വശങ്ങൾ നിങ്ങൾ പലപ്പോഴുമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു കാര്യമാണ്. 50 അടി ഉയരത്തിൽ ഇത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ അയച്ചിട്ടുള്ള കത്തിലും വളരെ കൃത്യമായി അതിൻ്റെ പോസിബിലിറ്റി, രണ്ട് സംസ്ഥാനങ്ങളും തർക്കമില്ലാത്ത ഒരു വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്തുകൂടാ എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനവും നമ്മൾക്കിന്ന് നിലവിൽ സംജാതമായിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ജലവകുപ്പിൻ്റെ മന്ത്രിമാരല്ല, മറിച്ച് മുഖ്യമന്ത്രിമാരെ തന്നെ വിളിച്ച് ഇത് ചർച്ചയാക്കി ഇതിൻ്റെ അനുമതി തേടി ഇത് തമിഴ്നാട് തന്നെ, അങ്ങനെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്, തമിഴ്നാട് തന്നെ ഇതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി സമർപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അടിയന്തരമായി ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ സമര സമിതി ഒരു സമ്മർദ്ദ ശക്തിയായി, ഒരു പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും ഒരു വേദിയായി ഇതില് ഏറെക്കാലമായി മുല്ലപ്പെരിയാറിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ക്യാമ്പയിൻ ആക്കുക മാത്രമല്ല, ശ്രീ CP റോയ് അടക്കമുള്ള ആളുകൾ വളരെ സവിസ്തരം ഈ വിഷയം പഠിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഇതിൻ്റെ ചരിത്രം വളരെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരസമിതിക്ക് പരിപൂർണമായ പിന്തുണ നൽകി നമ്മൾ ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വരുന്ന ഫെബ്രുവരി മാസം 1-ാം തീയതി തുടങ്ങുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസലായി കേരളത്തിലെ MP-മാരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും MP-മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിയുടെ മുമ്പിൽ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമരസമിതി പ്രസിഡന്റ് രമേശ് രവി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ CP റോയ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KG ഡോണോ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനിൽ, എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല, സമരസമിതി വൈസ് പ്രസിഡന്റ് VK സന്തോഷ്, കോർഡിനേറ്റർ KB രാജു എന്നിവർ പ്രസംഗിച്ചു.